നമ്മുടെ ഈ ഇവിടുത്തെ ബ്രെയിൻ ഡ്രെയിനെ പറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ. ഒരുപാട് കുട്ടികൾ ഒരു ടോക്ക് ഷോ ചെയ്തു തലച്ചോർ ചോർച്ച. അപ്പൊ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നമുക്ക് ഒഴിവാക്കാൻ കഴിയും. കാര്യം നമ്മുടെ ഈ പലായനം എന്ന് പറയുന്നത് പോണ്ടി വരും. എന്നാൽ ഒരു പരിധി തിരിച്ചു വരണം. മാത്രം മൊത്തത്തിൽ കൂട്ടത്തോടെ പിന്നെ ഇവിടെ ആരും കൂടെ വേണ്ടേ. അപ്പൊ അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിന് അന്യനാടുകളിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടികൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് റോജി എം ജോൺ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ആവശ്യമായ പ്രാതിനിധ്യം ബജറ്റിൽ ഉണ്ടാകുമെന്നൊക്കെ മന്ത്രി 24-നോട് പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ ഒരു പ്രയോറിറ്റി സെക്ടറാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ നിരവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. അത് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. അത് ഞങ്ങൾ കൃത്യമായി ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ച് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള വിദഗ്ധന്മാരെയൊക്കെ ഉൾപ്പെടുത്തി ഒരു ദിവസം ഞങ്ങൾ ഒരു വിശദമായ ഒരു കോൺക്ലേവ് നടത്തി. ആ കോൺക്ലേവിൽ ഉയർന്നു വന്ന നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ മാനിഫെസ്റ്റോയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ആ മാനിഫെസ്റ്റോ മുൻനിർത്തിയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഈ ബഡ്ജറ്റിലുണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.